എസേക്കിയേലിന്റെ പുസ്തകം 21 അധ്യായം 27 തിരുവചനം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കില്ലെന്ന്. നിന്റെ ജീവിതത്തിൽ അശുദ്ധി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കേറില്ല, ഒരു കാരണവശാലും കേറില്ല, ഉറപ്പാ. വചനം പറയുന്നത്, ഞാൻ പറഞ്ഞു ഒന്നുമല്ല. മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും നിത്യതയിൽ കടക്കില്ല. നിത്യത അവകാശമായി. പിന്നെ എന്തിനാണ് ഈ ഹല്ലേലൂയ പറയുന്നത്? എന്റെ ചോദ്യം അതാ മനോജ് ബ്രദർ. പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഹല്ലേലൂയ കിടന്ന് കാറുന്നേ? അപ്പൊ ഒരു കാര്യം, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. ആ വിശുദ്ധിയിൽ ഞാനും നിങ്ങളും വളരണം. അങ്ങനെ ഒരു മനുഷ്യൻ നോഹ, ആ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ ഒരു കുടുംബം മാത്രം രക്ഷപ്പെട്ടു. അവര് പ്രാർത്ഥിക്കുന്നത്, അതിന്റെ കാരണമൊക്കെ പറയാൻ ഒത്തിരി സമയം വേണ്ട, അത് അവിടെ നിന്നോട്ടെ. ആ പ്രാർത്ഥിക്കുന്ന തലമുറയിൽ, പ്രാർത്ഥന തുടങ്ങിയ ഒരു തലമുറയിൽ ഈ കുടുംബത്തെ മാത്രം ദൈവം രക്ഷപ്പെടുത്തി. അവരോട് പറഞ്ഞു, നോഹയോട് പറഞ്ഞു, നോഹേ നീ മാത്രം പോരാടാ മോനെ, പിന്നെയോ നിന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാ? എന്റെ ഭാര്യയുണ്ട്, പിന്നെ ആരുണ്ടാ? എനിക്ക് 3 മക്കളുണ്ട്, എത്ര? പിന്നെ ആരൊക്കെ ഉണ്ട്? അവരുടെ മരുമക്കളുണ്ട്. എന്റെ 3 6 2 8 പേര്. കേരടാ അതിനകത്ത്, കേറി പെട്ടകത്തിനകത്ത് കേറി രക്ഷപ്പെടാ. ദൈവം നമ്മളെ വിളിക്കുന്നത് ഇതിലേക്കാ. നീ നീതിയോടുകൂടി ജീവിക്കണം. നീ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, നീ സാക്ഷ്യമുള്ളവനായിരിക്കുമ്പോൾ നീ വിശുദ്ധി എടുക്കണം. അതിന് ദൈവം നിന്നെ വിളിച്ചിരിക്കുക. അടുത്ത പിന്നെന്താ വായിച്ചത്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അടുത്ത വാക്യം എന്താ പറഞ്ഞത്? ലോത്തിന്റെ കാലത്തും സംഭവിച്ചതുപോലെ ആവർത്തിന. ശ്രദ്ധിച്ചേ, ഇത് തന്നെയായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഇത് പഴയ നിയമ ഭാഗമാ പറയുന്നെങ്കിലും ആരാ പറയുന്നേ? ക്രിസ്തുവാ, സുവിശേഷത്തിലാണ്. ഇത് പ്രവചന പുസ്തകത്തിൽ അല്ല വായിച്ചത്, സങ്കീർത്തനമല്ല വായിച്ചത്, ലേഖനമല്ല വായിച്ചത്. സാക്ഷാൽ യേശു ക്രിസ്തു സുവിശേഷത്തിൽ നമ്മളോട് പറയുകയാണ്. എന്ത്? ലോത്തിന്റെ കാലത്തും സംഭവിച്ചത് ഇത് തന്നെയാ. അവർ തിന്നും കുടിച്ചും വിറ്റും, കണ്ടോ, വിറ്റും, റിയൽ എസ്റ്റേറ്റ് വിറ്റും, പിന്നെ ഇങ്ങോട്ട് തിരിച്ചും വിറ്റും നട്ടും പണിതും. പണിയുമുണ്ടോ? പണിതും പോന്നെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? ഞാൻ ഈയിടെ കണ്ടു. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പം പുറത്തെ അടുക്കളയൊക്കെ പൊളിച്ചു മാറ്റുക, കിണർ മാറ്റുക, കക്കൂസ് മാറ്റി വെക്കുക. ഞാൻ ചോദിച്ചു, ഇതെന്തേ? അതങ്ങനെയാ സാറേ. സാറിന് പറഞ്ഞാൽ ഇതൊന്നും പിടികിട്ടത്തില്ല. ആ മൂലയ്ക്ക് ഒരു പ്രശ്നമുണ്ട് സാറേ. ആ മൂലയ്ക്ക് ഇയാൾ പണിതും പൊളിച്ചും ആരാണ്ട് ഒരുത്തം പറഞ്ഞെന്ന്. നിന്റെ ആ മൂലയ്ക്കല്ല ഈ കക്കൂസ് വരേണ്ടത്, മാറ്റി വെയ്യടെ അങ്ങോട്ട് കാണും. പാവം പിടിച്ചവൻ എന്തോ ചെയ്യുമെന്ന് പറയാം. അതിന്റെ മറ്റേതിന്റെ മൂലയ്ക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതങ്ങ് പൊളിച്ചു കളഞ്ഞത്. വിറ്റും നട്ടും പൊളിച്ചും പണിതും ദൈവ പൈതലെ, നീ ഇങ്ങനെ തിന്നും കുടിച്ചും മതിച്ചും ഈ ലോകത്തിന്റെ സകല മ്ലേച്ഛതയും സകല അശുദ്ധിയും പേറിക്കൊണ്ട് ജഡത്തിന്റെ വിശുദ്ധിക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെ ദൈവ പൈതലെ ഞാനും നിങ്ങളും പോകുന്നുവെങ്കിൽ ദൈവം ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുക. യെസ്, നോ, മനസ്സാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. അവർ വിറ്റും നട്ടും എന്ത് പറ്റി പിന്നെ അതുകൊണ്ട്? എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി. എല്ലാത്തിനെയും ദൈവം, ആ വാക്ക് തന്നെ പിന്നെയും പറഞ്ഞിരിക്കുന്നത്, എന്ത് ചെയ്തെന്നാ? മുടിച്ചു കറക്റ്റ് വാക്കാ നമ്മുടെ ബൈബിളിനകത്ത്. മറ്റേതിനകത്ത് നശിപ്പിച്ചെന്നാ സമ്പൂർണ്ണ ബൈബിളിലൊക്കെ. മുടിച്ചു കളഞ്ഞ് മുഴുവനെ. നമ്മൾ അങ്ങനെയല്ലേ മൊത്തം പോകുമ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞില്ല, മുടിച്ചു പോട്ടെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ വേദോത്സവം ആ മലയാള ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. മുടിച്ചു കളഞ്ഞു ദൈവം ആ കാലഘട്ടത്തിൽ. ആരുടെ കാലഘട്ടത്തിൽ? ലോത്തിന്റെ കാലത്തിൽ. എന്തേ പറ്റിയേ? ജഡത്തിന്റെ കാര്യമല്ലേ ഞാൻ പറയാം. എന്തേ പറ്റിയേ? വേദപുസ്തകം യേശു ക്രിസ്തു വളരെ വ്യക്തമായി എന്നിട്ട് നമുക്കൊരു ഉപദേശം തരിക. അതിന്റെ 32 വാക്യത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 17:32. ഇടയ്ക്കിടയ്ക്ക് ദൈവ പൈതലെ, നീ ഇടയ്ക്കിടയ്ക്ക് ആ പെമ്പർനോത്തിയെ ഒന്ന് ഓർത്തോണം. ഇടയ്ക്കിടയ്ക്ക് ആരെയാ? എന്നാ കാര്യത്തിലാ? ഞാൻ എങ്ങാണ്ട് പ്രസംഗിച്ചു, സാറിന് വേറെ ജോലിയൊന്നുമില്ല. ഇവിടെ ലോത്തിന്റെ ഭാര്യ, എന്റെ ഭാര്യയെ തന്നെ നോക്കാൻ സമയമില്ല എനിക്ക്. അന്നേരം ലോത്തിന്റെ ഭാര്യയെ ഓർത്തോളാൻ ഇയാള്. യേശു ക്രിസ്തു പറയുക നമ്മളോട്, ഇടയ്ക്കിടയ്ക്ക് ലോത്തിന്റെ ഭാര്യയെ ഒന്ന്. എന്ത് പറ്റി ഈ സ്ത്രീക്ക്? ഒരു കാര്യം വളരെ കൃത്യമാ. എന്താ പറയുന്നത്? ദൈവം ലോത്തിലൂടെ ആ ജനത്തോട്, അല്ലെങ്കിൽ ആ കുടുംബത്തോട്, അങ്ങനെ പറയാം, നമ്മൾ ഫാമിലി ആണല്ലോ, ആ കുടുംബത്തോട് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു. ഉൽപ്പത്തിയുടെ പുസ്തകം 19:14. അങ്ങനെ ലോത്ത് എന്താ സംഭവം എന്നുള്ളത് പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. ഈ ഒരിക്കല്
ഈ 2 ദൈവദൂതന്മാര് ലോത്ത് താമസിച്ച പട്ടണത്തിലേക്ക് വരിക. ഉൽപ്പത്തി 19:1 മുതൽ വായിച്ചാൽ മനസ്സിലാവും. ഞാൻ പെട്ടെന്ന് പൊക്കോട്ടെ. ആ പട്ടണത്തിലേക്ക് വന്നപ്പോൾ ലോത്ത് പട്ടണവാതിക്കത്തിന് ഇരിപ്പുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ദൈവത്തിന്റെ പദ്ധതിയാ ഇവിടെ കൊണ്ടെത്തിച്ചതേ. കൃത്യമായിട്ട് സുഖമായി തന്നെ ഇവിടെ കൊണ്ടെത്തിച്ചില്ലേ? കർത്താവിന്റെ പ്ലാനാ. കേട്ടോ, ലോത്ത് പട്ടണവാതിക്കെ തന്നെ ഇരിക്കുക. ഇയാൾക്ക് വീട്ടിനകത്ത് കയറിയിരുന്ന പോരായിരുന്നു. അവിടെ തന്നെ ഇരിപ്പുണ്ട് പുള്ളിക്കാരൻ. ദൈവദൂതൻ കണ്ടപ്പോൾ ചാടി അങ്ങ് എഴുന്നേറ്റു, സാഷ്ടാംഗം അങ്ങ് വീണു. അപ്പൊ ഒരു കാര്യം ലോത്തിന് മനസ്സിലായി, ഇത് സാധാരണ പുള്ളികളല്ല ഈ വന്നേക്കുന്നേ. ഇത് സാധാരണ പുള്ളികളല്ല, ഇത് ദൈവദൂതന്മാരാ. കാരണം പഴയ നിയമകാലത്ത് ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ മാത്രമേ ഒരു സാഷ്ടാംഗം വീഴത്തുള്ളൂ. എടുത്തു നോക്കിക്കോ നിങ്ങൾ. ദൈവത്തിന്റെ മുൻപിൽ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ, വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ, ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിലാണ് ഒരാൾ സാഷ്ടാംഗം പ്രണമിക്കത്തുള്ളൂ. അല്ലാത്ത ആരെയും പ്രണമിക്കത്തില്ല സാഷ്ടാംഗം. അപ്പൊ ലോത്തിന് മനസ്സിലായി ഈ വന്നത് ആരാ? ദൈവം അയച്ച ദൈവദൂതന്മാരാണ്. അതുകൊണ്ട് ലോത്ത് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ബാ ഇന്ന് എൻ്റെ വീട്ടിൽ താമസിക്കണം. ഈ ദൈവദൂതന്മാർ പറഞ്ഞു, നോ വേണ്ട, ഞങ്ങൾ ഈ പട്ടണവാതിക്കൽ എവിടെയെങ്കിലും കിടന്നോളാമെന്ന്, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. അവൻ സമ്മതിക്കത്തില്ല. ലോത്ത് നിർബന്ധിച്ചു. ലോത്ത് നിർബന്ധിച്ചപ്പോൾ ഈ ദൈവദൂതന്മാർ എന്ത് ചെയ്തു? ലോത്തിനോട് കൂടെ താമസിക്കാൻ വീട്ടിലോട്ട് കയറി. വീട്ടിൽ കയറി അത്താഴമെല്ലാം കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ വന്നപ്പോൾ പുറത്ത് ഭയങ്കര ബഹളം, ഭയങ്കര ആരവം കേൾക്കാം. ലോത്ത് കാതിൽ തുറന്ന് നോക്കിയപ്പോ എന്തുവാ? ആ പട്ടണത്തിലെ ആബാല വൃദ്ധം ജനങ്ങൾ, ഇൻക്ലൂഡിങ് യുവാക്കൾ, ലോത്തിന്റെ വീട് വളഞ്ഞു വെച്ചിരിക്കുക. കൊള്ളാവല്ലോ. ലോത്ത് ചോദിച്ചു, എന്തേ? 6 വാക്യം. ഈ രാത്രിയിൽ നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾക്ക് അവരെ ഭോഗിക്കേണ്ടതിന്. ഇങ്ങോട്ട് ഇറങ്ങടാ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, വെറുതെ വായിപ്പിച്ചതല്ല ഞാൻ, ചുമ്മാതൊരു കാര്യം പറയാൻ വേണ്ടിയൊന്നുമല്ല. ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്ന 2 പുരുഷന്മാരുണ്ടല്ലോടാ, പെണ്ണുങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അവരെ ഇങ്ങോട്ട് ഇറക്കി വിട. എന്തേ? അവരുമായിട്ട് വേഴ്ച നടത്തണമെന്നർത്ഥം. ഞങ്ങൾക്ക് അവരെ ഭോഗിക്കണം, ഇങ്ങോട്ട് ഇറക്കി വിട. ലോത്ത് കാല് പിടിച്ച് പറഞ്ഞു, നോ, ചെയ്യരുത്. ദൈവത്തിന് ഇഷ്ടമല്ല. സ്വവർഗഭോഗം ദൈവത്തിന് ഇഷ്ടമല്ല, ചെയ്യരുത്. ലോത്ത് കരഞ്ഞു വിളിച്ചു. ഞാൻ സ്റ്റഡി ബൈബിൾ എടുത്ത് പഠിച്ചു നോക്കി. ലോത്ത് ഇങ്ങനെ പറഞ്ഞു, നോ, ചെയ്യരുത്. ഒരു കാര്യം ചെയ്യ്, എനിക്ക് 2 പെമ്മക്കളാവുള്ളേ, വെർജിൻസാ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? വേദപുസ്തകത്തിൽ അങ്ങനെയാ, പുരുഷ സ്പർശമേക്കാത്ത എനിക്ക് 2 പെമ്പിള്ളാരുണ്ട്. കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്യടൂ. ഒരപ്പൻ വിളിച്ചു പറയുക ജനത്തോട്, കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്തോ നിങ്ങൾ. എന്നാലും എന്റെ വീട്ടിൽ അതിഥികളായിട്ട് വന്ന പുരുഷന്മാരെ ഉപദ്രവിക്കരുത്. കണ്ടോ എന്തുമാത്രം അശുദ്ധിയായിരുന്നു അന്ന്. ഈ കാലഘട്ടത്തിൽ എന്താ ദൈവ പൈതലേ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താ? നമ്മുടെയൊക്കെ പെമ്പിള്ളാർക്ക് വെളി നടക്കാൻ വയ്യ. 16, 17, 20 വയസ്സിൽ താഴെയുള്ള നമ്മുടെ പാവപ്പെട്ട പെൺകുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്ന്. ഇത് ഞാൻ എന്റെ അനുഭവം പറയുക. 35 വർഷം കോളേജിൽ പഠിപ്പിച്ചതും പ്രിൻസിപ്പലൊക്കെ അങ്ങ് പൊക്കോട്ടെ, 35 വർഷം കോളേജിൽ അധ്യാപകനായി പഠിപ്പിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുക, പല കുഞ്ഞുങ്ങളും വന്ന് പങ്കുവെക്കുന്നത് കേട്ടാൽ സങ്കടം തോന്നും. വീട്ടിൽ പോലും സ്വസ്ഥത കിട്ടുന്നില്ലെന്ന്. ഹല്ലേലൂയ. സ്വന്തം വീട്ടിൽ പോലും പെൺപിള്ളാർക്ക് സ്വസ്ഥത കിട്ടുന്നില്ലെന്ന് എന്ന് പറഞ്ഞാൽ അത്രമാത്രം തിന്മ പെരുകി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ, ഈ കേരളത്തിൽ. അതിന്റെ നടുവിൽ, അതാ ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ, അതിന്റെ നടുവിലാ ദൈവ പൈതലെ നീ ശുശ്രൂഷിക്കേണ്ടത്. ലോത്ത് കാല് പിടിച്ചു പറഞ്ഞു, എന്നും അമ്മമാര് കേൾക്കുന്നില്ല. യവന്മാര് വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഈ 2 ദൈവദൂതന്മാർ ലോത്തിന്റെ കരത്തിൽ പിടിച്ച് പൊടിച്ചകത്തോട്ട് കയറ്റി, വലിച്ചകത്ത് കയറ്റിട്ട് കതവടച്ചു. എന്നിട്ട് ദൈവം ഈ സോദോം പട്ടണത്തിലെ എല്ലാ ആ ജനത്തിന്റെയും കണ്ണ് അന്ധമാക്കി കളഞ്ഞു. ഈ സമയത്ത് ഈ ദൈവദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, ലോത്തേ, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാ? ലോത്ത് പറഞ്ഞു, എന്റെ ഭാര്യ, എനിക്ക് 2 പെമ്മക്കളാ. വിളിച്ചോണ്ട് ഓടി രക്ഷപ്പെട. യഹോവ ഈ പട്ടണം നശിപ്പിക്കാൻ പോകുക. ഒരു മുന്നറിയിപ്പ് കൊടുക്കുക, യഹോവ ഈ പട്ടണം നശിപ്പിക്കുവാൻ പോകുക. ലോത്ത് വീട്ടിനകത്തോട്ട് ചാടിക്കേറി ഭാര്യയും പിള്ളേരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങാൻ ഓടി അകത്തോട്ട് കയറി കഴിഞ്ഞു. ചെന്നപ്പോൾ 14-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം കഴിക്കുവാൻ പോകുന്ന, അന്ന് പറഞ്ഞാൽ
ഈ ലോത്ത് അകത്ത് കയറി ചെന്ന് പറയുന്ന സമയത്ത് അവന്റെ പെമ്പിളാരെ കെട്ടാൻ പോകുന്ന 2 വുഡ്ബി, 2 കല്യാണം കഴിക്കാൻ പോകുന്ന 2 പേര് അവിടെ ഉണ്ട്, 2 ചെറുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നു അർത്ഥം. ആയിക്കോട്ടെ, വിവാഹ നിശ്ചയം കഴിഞ്ഞ് നിൽക്കുമായിരുന്നായിരിക്കുന്നേ. 2 പുരുഷൻ അവിടെ കണ്ടു. എന്നിട്ട് ലോത്ത് പറഞ്ഞു, മക്കളെ, ദൈവം ഈ പട്ടണം നശിപ്പിക്കാൻ പോവുക, നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടും, ഓടി രക്ഷപ്പെടാ മക്കളെ. അടുത്ത വാക്യം വായിച്ച്, എന്നാൽ യഹോവ ഈ പട്ടണം നശിപ്പിക്കും. പിന്നെ എന്നാൽ അവൻ കളി പറയുകയാണെന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. എന്തോ തോന്നിയെന്നാ? ദൈവം ഒരു വിഷയത്തിലേക്ക് വരുന്നു ഞാൻ. ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് ദൈവം തന്റെ വചനത്തിലൂടെ ആ ദൈവദൂതന്മാരിലൂടെ ആ കുടുംബത്തോട് സംസാരിച്ചിട്ട് അവർക്ക് എന്തു തോന്നി? ചുമ്മാ തമാശ പറയാടു. കുറെ പൊട്ടന്മാരിറങ്ങി ചുമ്മാ അങ്ങ് വചനം വലിച്ചു ഏതാണ്ടൊക്കെ പറഞ്ഞു. ഈ കാലഘട്ടവും ഇത് തന്നെ, അത് തന്നെ ഞാൻ പറഞ്ഞു വെച്ചത്. ഇതും അത് തന്നെ. അതുകൊണ്ട് എന്നെ മാനസാന്തരപ്പെടാത്ത ഞാനും നിങ്ങൾ. നമുക്ക് തമാശ. എത്രയോ പേർ 10,000 കണക്കിന് ഈ കേരള സമൂഹത്തിൽ, ഈ കേരള സഭയിൽ, എല്ലാ സഭയും കൂട്ടിക്കോളൂ, ഈ കേരള സഭയില്, ക്രൈസ്തവ ഗോളത്തില് 10,000 കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മക്കൾ ധ്യാനം കൂടിയില്ലേ? എന്തേ മാനസാന്തരപ്പെടാത്തെ? കേട്ടതൊക്കെ തമാശ. അച്ഛൻ പറഞ്ഞു പോട്ടു, അച്ഛൻ എന്തൊക്കെ പറയരുത്. യെസ്, അവർക്ക് കളിയായിട്ട് തോന്നി. വീണ്ടും എന്താ പറഞ്ഞിരിക്കുന്നത്? 15-ാമത്തെ വാക്യം. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി. കണ്ടോ? ശ്രദ്ധിച്ചേ, ഈ പുള്ളിക്കാരനും പോണമെന്നില്ല, ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞാ പുഷ് ചെയ്ത് ഇറങ്ങടോ എളുപ്പം. ബന്ധപ്പെടുത്തി ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ വീണ് നശിക്കാതിരിപ്പാൻ ഈ എഴുന്നേറ്റ് ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും നിന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട്, കർത്താവ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കാണുന്ന നിന്റെ ഭാര്യയും നിന്റെ 2 പെമ്പിള്ളാരെയും കൂടെ പിടിച്ചോണ്ട് നീയും ഓടി രക്ഷപ്പെട. എന്ത് ചെയ്യണം? മരുമക്കള് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തമാശ കേൾക്കാനുള്ളതല്ല ദൈവവചനം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ സഭയിലെ പല മക്കൾക്കും അതാ തോന്നുന്നത്. ഇതൊക്കെ സുവിശേഷമൊക്കെ കേൾക്കുന്നുണ്ടെന്നേ, എന്തുകൊണ്ട് സാക്ഷ്യമാകുന്നില്ല? നമ്മളത് സ്വീകരിക്കുന്നില്ലെന്നേ, ശിഷ്യനാകുന്നില്ല. നമുക്കിതൊക്കെ തമാശ പോലാണെന്നേ. നമ്മൾ കേട്ട ഇതിനകത്തൂടെ കയറ്റി ഇപ്പുറത്തോടെ വിട്ടു പോയി. ഇനി അടുത്ത അടി കിട്ടണം, അന്നേരം വരും. പോട്ടെ, അതിലേ പോകും. ഞാനും അടി കൊണ്ട് വന്നതാ, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ 24 വർഷവും 25 വർഷവും ഇന്ന് എൻ്റെ തമ്പുരാൻ എന്നെ നിർത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് എല്ലാത്തിനും മറുപടി കിട്ടി എന്നുള്ളതല്ല, ആ സഹനങ്ങളുടെ നടുവിൽ എന്നെ കർത്താവ് നിർത്തി അനേകരുടെ മുമ്പിൽ. അതാ ഞാൻ പറഞ്ഞതിന്റെ വിഷയം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമേലെ ബന്ധപ്പെടുത്തി ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. എന്നിട്ടും പിന്നെ അടുത്ത വാക്യം 16, അവൻ താമസിച്ചപ്പോൾ. കണ്ടോ, പിന്നെയും പുള്ളി പോകുന്നില്ല. എന്താ കാര്യം? നമ്മൾ പറയത്തില്ലയോ, ഇതെല്ലാം കൂടി ഇട്ടേച്ച് എങ്ങനെ പോന്നേ? ഈ സമ്പാദിച്ച എല്ലാവരും, ഈ റബ്ബർ എസ്റ്റേറ്റും ഈ സ്വർണ്ണവളയും ഈ സാരിയും 500 ചിലവാനം ഉണ്ടോ ഇരിപ്പുണ്ട് അതിനകത്ത്, ഇതെല്ലാം കൂടി ഇട്ടേച്ച് എങ്ങനെയാ ഓടുന്നേ? പിന്നെയും താമസിച്ചു. സോറി കേട്ടോ, ഞാൻ നിങ്ങളെ ഒന്നും പറഞ്ഞല്ല. പിന്നെയും താമസിക്കുക. ആദ്യം റിയൽ റബ്ബർ എസ്റ്റേറ്റ് അല്ലയോ പറഞ്ഞത്, ഞങ്ങളുടെ കാര്യം ആദ്യം പറഞ്ഞത്. പിന്നെയും താമസിക്കുക, പോത്തില്ല. ആ സമയത്ത് എന്ത് ചെയ്തു? യഹോവ അവരോട് അരുളി ചെയ്യുകയാൽ, കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും അവന്റെ ഭാര്യയും അവന്റെ 2 പുത്രിമാരുടെയും കൈക്ക് കയറി പിടിച്ചു. എൻ്റെ ദൈവ പൈതലെ, നീ എത്രമാത്രം ദൈവത്തിൽ നിന്ന് മാറിപ്പോയിട്ടും മറുതലിച്ചിട്ടും എൻ്റെ കർത്താവ് നിന്നെ കൈ പിടിച്ച് വാരി പുണരാൻ നോക്കിയിരിക്കുക. എന്നിട്ടും നീ രക്ഷപ്പെടുന്നില്ല. ഹല്ലേലൂയ. എന്നിട്ടും നമ്മൾ രക്ഷപ്പെടുന്നില്ല. കൈക്ക് പിടിച്ച് ഞാൻ പറഞ്ഞു പൊക്കോളാം. പട്ടണത്തിന്റെ പുറത്തു കൊണ്ട് നാക്കിക്കൊടുത്തു. ജീവരക്ഷയ്ക്കായി ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വേണ്ട, ആ മല കണ്ടോ? നീ കണ്ടു, മലയിലേക്ക് ഓടി കയറാ, തൊട്ടടുത്തല്ലയോ മല, ചാടി കയറാൻ പറഞ്ഞു. ഈ സമയത്ത് ലോത്ത് പറഞ്ഞു, ഞാൻ പ്രായവാ, എനിക്ക് മല കയറാനൊന്നും വയ്യ, കയറ്റം കയറാൻ വയ്യ. ഉടനെ ദൈവദൂതൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്, എന്നാ നീ പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പട്ടണം ഉണ്ടല്ലോ, അങ്ങോട്ട് ഓടിപ്പൊക്കോടാ. ഈ സമയത്ത് ഓടുക, എല്ലാം 4 കൂടെ ഓടുക. 4 കൂടെ ഓടുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ഓടാൻ വയ്യാല്ലോ, പുറകിൽ ഏറ്റവും പുറകിൽ പുള്ളിക്കാരിയാ.
ആ ഓടുന്ന കൂട്ടത്തിൽ പുള്ളിക്കാരി മുമ്പ് നിങ്ങൾ പറഞ്ഞ പോലെ എന്തുവാ നോക്കി എന്ന് പറഞ്ഞാൽ, ദൈവം കൃത്യമായി സംസാരിച്ചിട്ടും, ദൈവം ചില മുന്നറിയിപ്പ് കൊടുത്തിട്ടും, ദൈവം ചില കൽപ്പന കാര്യങ്ങൾ വളരെ കൃത്യമായി ദൈവമക്കളെ പറഞ്ഞു കൊടുത്തിട്ടും ആ സ്ത്രീ അനുസരിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി? നശിച്ചുപോയി ആ സ്ത്രീ. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ലോത്തിന്റെ ഭാര്യയെ, ചുമ്മാ അതപ്പം എഴുതി വെച്ചതല്ല, ഇടയ്ക്കിടയ്ക്ക് ലോത്തിന്റെ ഭാര്യയെ ഒന്ന് ഓർത്തോണം എന്താ പറ്റിയതെന്ന്. ഇതൊക്കെ നമുക്ക് വേണ്ടി എഴുതി വെച്ചതാന്നേ. എന്ത് തിരിച്ചറിയാത്ത ദൈവ പൈതലെ പൊക്കോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലഘട്ടത്തിൽ ഇതുപോലെയാ, തോന്നിയവാസ ജീവിതമാ, തോന്നിയതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വിശുദ്ധിക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതെ തോന്നിയതുപോലെ മ്ലേച്ഛതരമായ ജീവിത ശൈലി, വൃത്തികെട്ട ജീവിത ശൈലി, തോന്നിയവാസ ജീവിതം, പാപ പ്രവർത്തികൾ, ഇതും കൊണ്ടാണ് ഇന്ന് പലരും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട്, ഊസോയോ പ്രാപിക്കുന്നുണ്ട്, എല്ലാം പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനക്കാരനായിട്ട് വർഗീസ് ദിവസവും പ്രാർത്ഥനയാ, ഭയങ്കര സുവിശേഷമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എല്ലാം ശരിയാ. പക്ഷെ ഉള്ളിലിരിപ്പ് വേറെ ഏതാണ്ട. ഉള്ളിൽ മുഴുവൻ അശുദ്ധിയാണെന്നർത്ഥം. ആ അശുദ്ധിയിലേക്കല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിന്നെയോ വിശുദ്ധിയിലേക്ക് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഫാമിലി ഫെലോഷിപ്പ് ആണല്ലോ. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളുടെ വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മാതാപിതാക്കളുടെ വിശുദ്ധി, അതായത് എന്റെ നിങ്ങളുടെയും വിശുദ്ധി സ്വർഗം ആഗ്രഹിക്കുന്നു. കാരണം വിശുദ്ധരായ മാതാപിതാക്കൾക്ക് വിശുദ്ധരായ മക്കൾ ജനിക്കും. വിശുദ്ധരായ മാതാപിതാക്കള് അവന്റെ തലമുറ വിശുദ്ധി പ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് മാതാവേ, പിതാവേ, പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 6-13 തിരുവചനത്തിൽ വളരെ കൃത്യമായ ഒരു വാക്യം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6 അതിന്റെ 13 തിരുവചനം. അടുത്ത വാക്യമാണ് കേൾക്കേണ്ടത്. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും. കണ്ടോ, ഈ 6 അടി 2 ഇഞ്ച് എന്റെ ഹൈറ്റാ ഞാൻ പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ഹൈറ്റ് 6.2. അതിപ്പോഴാ അറിയുന്നല്ലേ. അതുകൊണ്ട് ആ സഹനമൊക്കെ എനിക്ക് ഉണ്ടെന്ന് അർത്ഥം. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 6 അടി 2 ഇഞ്ച് ഈ ശരീരമുണ്ടല്ലോ. പൗലോസ്ലീഹ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇന്ന് നമ്മളോട് പറയുക, ഈ ശരീരം എന്തിനുള്ളതല്ല സാറേ? ദുർനടപ്പിനുള്ളതല്ല. എനിക്ക് വന്ന് നിനക്ക് തോന്നിവാസം കാണിക്കാനുള്ളതല്ലെന്ന് ഈ ശരീരം. നിനക്ക് മദ്യപിക്കാനുള്ളതല്ല, നിനക്ക് പാപപ്രവൃത്തി ചെയ്യാനുള്ളതല്ല, നിനക്ക് ലൈംഗിക ചേഷ്ട കാണിക്കാനുള്ളതല്ല, നിനക്ക് വ്യഭിചാരം ചെയ്യാനുള്ളതല്ല, നിനക്ക് പാപം ചെയ്യാനുള്ളതല്ല ഈ ശരീരം. ഈ ശരീരം എന്തിനുള്ളതല്ല? ദുർനടപ്പിനുള്ളതല്ല. പിന്നെ ഈ ശരീരം കർത്താവിന്. അപ്പോൾ ഈ ശരീരത്തിന്റെ ഉടമസ്ഥൻ ആരാ? എന്നിട്ടാണോ കള്ളുഷാപ്പില്? ഹല്ലേലൂയ. എന്നിട്ടാണോ ആരും അറിയാതെ തോന്നിവാസം ജീവിതം? എന്നിട്ടാണോ നീ കള്ളും കുടിച്ച് നടക്കുന്നേ? എന്നിട്ടാണോ നിന്റെ നോട്ടം? എന്നിട്ടാണോ നിന്റെ സ്പർശനം? എത്രമാത്രം വിശുദ്ധിയുണ്ട് നമുക്ക്? നമ്മളിങ്ങനെ നടക്കില്ല, ആരും കണ്ടില്ലല്ലോ. ആര് കണ്ടെന്ന? ഇട്ടിയോറീസിന്റെ ഉള്ളിൽ ആരാണ്ട് കണ്ടോ? എന്തൊരു മാന്യൻ, എന്തൊരു മാന്യനാ, നല്ല മനുഷ്യൻ, കൊള്ളാം പുള്ളി. ഇതല്ല നിങ്ങൾ അറിയുന്നത്. പോട്ടെ, ഈ ശരീരം ദുർനടപ്പിനുള്ളതല്ല, ഈ ശരീരം കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും എന്ന് പറഞ്ഞാൽ ഈ ശരീരം ആര് സൃഷ്ടിച്ചതാണ്? കർത്താവ് സൃഷ്ടിച്ചതാ. അതുകൊണ്ട് അതേ അധ്യായത്തിൽ തന്നെ, അതിന്റെ 6 അധ്യായത്തിന്റെ 20-19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളെന്നും, നിങ്ങളുടെ ശരീരം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളതല്ല. മനസ്സിലായില്ലയോ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്ക്. എന്റേതല്ലെന്നിത്, എന്നെ ഒരാൾ വിലയ്ക്ക് വാങ്ങി. എങ്ങനെ വിലയ്ക്ക് വാങ്ങി? തന്റെ രക്തം നൽകി. യേശു ക്രിസ്തുവിന്റെ അമൂല്യ രക്തത്തിന്റെ വിലയാണ് ഈ ശരീരം. എന്തേ പൈതലെ തിരിച്ചറിയ? എന്തേ ഓർത്തഡോക്സുകാരാ തിരിച്ചറിയാത്ത? എന്റെ സഭയാണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. എന്തേ ദൈവ പൈതലെ തിരിച്ചറിയാത്തത്? കല്യാണം വരുമ്പോഴും, മാമോദിസ വരുമ്പോഴും,
നീ വല്ലവനെയും ഒക്കെ വിളിച്ചു വരുത്തി കുപ്പിക്കണക്കിന് മേടിച്ചു കൊടുത്ത് ഓ ഇതൊക്കെ ഒരു സന്തോഷമല്ലയോ സാറേ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം വളരെ വ്യക്തം. എന്താ? കണക്ക് ചോദിക്കും. ഞാൻ പറയാൻ പെട്ടെന്ന്, കണക്ക് ചോദിക്കും തമ്പുരാൻ. വെറുതെ ഒന്നും ഒരു നടക്ക് പോവില്ല, ഒരു നടക്ക് അങ്ങ് ചെല്ലത്തില്ലെന്ന് അർത്ഥം. അവിടെ ചെല്ലുമ്പോഴേ കണക്ക് ചോദിക്കും. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പോഴും നീ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ റെഡി. കാണിച്ചോ? ബോന്തിക്കോ? കുടിച്ചോന്നേ? ആരും അറിയാതെ ചെയ്തോ? എന്താ വെച്ചാ? പക്ഷെ ചോദ്യമുണ്ട്. പൊക്കോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരണം പ്രാപിക്കണം. അതിന് മാതാപിതാക്കൾ വിശുദ്ധീകരണം പ്രാപിക്കണം. മാതാപിതാക്കൾ വിശുദ്ധീകരണം പ്രാപിച്ചാൽ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകും. എന്താ തിരിച്ചറിയാത്തത്? നിന്റെ കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകും. നീ വിശുദ്ധി പ്രാപിച്ചാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നർത്ഥം. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു കുടുംബത്തെ കുറിച്ച് വേദപുസ്തകമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ച് ആരെ കുറിച്ചാണ്? നമുക്കെല്ലാം അറിയാം ഏത് കുടുംബമാ. സക്കറിയ എലിസബത്ത് കുടുംബം. ആ കുടുംബത്തെ കുറിച്ച് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവരിരുവരും, ആ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുക, അവരിരുവരും ദൈവസന്നിധിയിൽ നീതിമാന്മാരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരും എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ ഈ രണ്ട് ദമ്പതികളും അവർക്ക് ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നേ, അവർക്ക് ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നേ. എന്നിട്ടും ഈ രണ്ട് ദമ്പതികളും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വിശുദ്ധിയോടുകൂടി ജീവിച്ചവരായിരുന്നു. എന്ത് പറ്റി? അതിന്റെ ഫലം എന്താ? അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ അവർക്ക് കൊടുത്തു ദൈവം. ഒരു വിശുദ്ധ പ്രജയെ, അങ്ങനെ പറയാം, ഒരു വിശുദ്ധ പ്രജയെ ദൈവം അവർക്ക് കൊടുക്കുക. ആരാണ് ആ പ്രജ? യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകനെ ദൈവം അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് വരുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധ പ്രജയെ, ഒരു വിശുദ്ധ പൈതലിനെ ആ വിശുദ്ധിയോടുകൂടി ജീവിച്ച ആ കുടുംബത്തിന് ദൈവം കൊടുത്തു എന്ന് പറഞ്ഞാൽ, വിശുദ്ധിയുള്ള മാതാപിതാക്കൾക്ക് ആരുണ്ടാകും? വിശുദ്ധിയുള്ള മക്കളുണ്ടാകും.